ഉത്സവ സീസണിൽ സ്ലാബുകൾ മാറുകയാണെങ്കിൽ താങ്കൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഷോറൂമുകളിലും റീറ്റെയിൽ ഷെൽഫുകളിലും ഈ വിലക്കുറവുകൾ എത്ര വേഗത്തിൽ ദൃശ്യമാകും? ഇപ്പൊ സ്വാഭാവികമായും ഓണം, ബോണസ് അങ്ങനെ ഒരു പർച്ചേസിന്റെ ഒരു കാലഘട്ടം നമ്മുടേതുണ്ട്. ആ കാലഘട്ടത്തിലാണ് ഇപ്പൊ ഇങ്ങനെ ഒരു പ്രതീക്ഷ, അതായത് ഇതിൽ എന്തോ കാര്യമായൊരു കുറവ്, ഇങ്ങനെ വലിയൊരു പ്രചാരം വന്നു, കാര്യമായ എന്തോ ഒരു കുറവ് വരാനുണ്ട്. പക്ഷെ 10% ആണ് കുറയുന്നതെങ്കിൽ പോലും അതിൽ കൂടുതൽ ഡിസ്കൗണ്ട് കിട്ടുന്ന കാലത്തെ കച്ചവടം പോലും ഇല്ലെന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇത് കിട്ടും, അതായത് വ്യാപാരികളിൽ നിന്ന് കച്ചവടക്കാർക്ക് ഈ ശതമാനം കൊടുക്കണമെങ്കിൽ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ അത് ഓട്ടോമൊബൈൽ കമ്പനികളാണെങ്കിലും വൻകിട നിർമ്മാതാക്കൾ അങ്ങനെ തന്നെ ഇത് തന്നാൽ മാത്രമേ പറ്റുള്ളൂ. നേരെ മറിച്ച് നമ്മുടെ മുൻകാല അനുഭവങ്ങളൊന്നും അങ്ങനെയല്ല. അതുകൊണ്ട് നമുക്കത് 100% പ്രതീക്ഷിക്കാൻ കഴിയില്ല. ചെറുകിട ഇടത്തരം വ്യാപാര സംരംഭങ്ങളെ കുറിച്ചുള്ള ഒരു ആശങ്ക എന്താണെന്ന് വെച്ചാൽ ഈ സ്ലാബ് മാറ്റത്തിൽ എന്തിനൊക്കെ ഇൻപുട്ട് എടുക്കാൻ കഴിയുന്ന കാറ്റഗറിയിൽ നിന്ന് മാറ്റും എന്നൊരു ആശങ്കയും കൂടി നമുക്കുണ്ട്. സർക്കാർ ഇത് എങ്ങനെ വന്നാലും അങ്ങോട്ട് പോകുക എന്നൊരു സ്കീമാണ്. അപ്പൊ അതിന്റെ അകത്ത് ഇൻപുട്ട് എടുക്കാൻ കഴിയാത്ത കാറ്റഗറിയിലേക്ക് കുറച്ച് ആളുകളെ കൂടി മാറ്റും എന്നുകൂടെ ഇൻഡസ്ട്രിക്കകത്ത് ഒരു അഭ്യൂഹം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ സ്വാഭാവികമായും സർക്കാരിന് ഇരട്ടി ലാഭമാവുകയും ചെയ്യും. കാരണം ഇൻപുട്ട് എടുക്കാൻ പറ്റാത്ത വിഭാഗത്തിലേക്ക് ആളുകളെ കൊണ്ടുവരാനും കഴിയും, ഉപഭോക്താക്കൾക്ക് ഇത് കിട്ടാത്ത സ്ഥിതിയും വരും. സർക്കാരിന് മാത്രം ലാഭം വരുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് പോകാൻ സാധ്യത ഉണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ ഞങ്ങൾക്കുണ്ട്.